കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഐസർ വിസിറ്റ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഐസറിലോട്ടായി. ഓ, നല്ല രസമായിരുന്നു കേട്ടോ. അവിടുത്തെ സ്ഥലമായാലും പിന്നെ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഓയ്, ഗൗരീനെ കാണാനില്ലല്ലോ. ഗൗരിയേ, ഓയ്, അവളവിടെ പോയെന്നറിയില്ല. ഫ്രണ്ടിലെങ്ങാനും ഉണ്ടാവുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഐസറിലോട്ട് പ്രവേശിക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ മാം ഞങ്ങളെ അവിടത്തേക്കുള്ള വഴിയൊക്കെ കാട്ടിത്തരികയും ഓരോ ഇൻസ്ട്രക്ഷൻ തരികയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഐസറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഞങ്ങളൊരു ക്ലാസ് റൂമിലിരുത്തി. അങ്ങനെ അടുത്ത സാറ് വന്ന് ഞങ്ങൾക്ക് ഓരോ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കേട്ട് അവിടുന്ന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വിസിറ്റ് ചെയ്യാനും അവിടുത്തെ എക്സ്പെരിമെൻറ്റ് കാണാൻ വേണ്ടി ഞങ്ങളൊന്ന് ഇറങ്ങി. ഇതിനു വേണ്ടി ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിപ്പിച്ച് കൊണ്ടുവന്നത് ഞങ്ങളുടെ ഫെൻസി മിസ്സാണ്. കുറേ പ്ലേസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഫിസിക്സ് കെമിസ്ട്രിക്കാരും കമ്പൈൻ ചെയ്തിട്ടുള്ള എക്സ്പെരിമെൻറ്റ് കാണാൻ വേണ്ടി ചെന്നേക്കാണ്. ഞങ്ങൾ തിയറി കേട്ടിട്ടുള്ളൂ, ആദ്യമായിട്ടാണ് ഇതുപോലെ മെഷീനറി എക്സ്പെരിമെൻറ്റ് നേരിട്ട് കാണുന്നത്. വരികയും പിന്നെ അവിടുന്ന് അറ്റ്മോസ്ഫിയറിക് ഡിപ്പാർട്ട്മെൻറ്റ് അതിലെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയി. അവിടെ നിന്ന് കാണുന്നൊരു മലയാണ് കേട്ടോ. അത് നല്ല രസമുണ്ട് കാണാൻ. ആ മലയുടെ പേര് നിങ്ങൾക്കറിയാവോ? അറിയാൻ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ബസ്സിൽ കയറണേ. ഞങ്ങൾ ബസ്സിൽ കയറി. കുറച്ച് വഴിയുണ്ട്. അങ്ങനെ അവിടെ എത്തി. പിന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവിടെ ഒരു ബലൂൺ ലോഞ്ചിങ് ഉണ്ട്. അപ്പോൾ ആ ബലൂൺ ലോഞ്ചിങ്ങിനെ കുറിച്ച് നന്നായി പറഞ്ഞു തന്നു. എന്താണ്, എങ്ങനെയാണ് അവിടുത്തെ ടെമ്പറേച്ചർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ അത് കേട്ട് അവിടെ നിന്ന് എല്ലാ പ്രാവശ്യവും ഒരു മാസം ഒരു ബലൂൺ ലോഞ്ചിങ് ചെയ്യും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേറൊരു ലാബിൽ കയറി. ഓരോരുത്തർക്കും ഓരോ ലാബുണ്ട്, ഓരോ മിസ്സുമാർക്കും. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു സ്റ്റുഡൻറ്റ് ഞങ്ങൾക്ക് ഓരോ സെൻസേഴ്സിനെ കുറിച്ചും അങ്ങനെയൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഒരു വീഡിയോയിലെങ്കിലും ഗൗരീനെ കിട്ടി. അപ്പോൾ ഓക്കെ, ബൈ.